കോൺഗ്രസ് ലേഖന വിവാദത്തിൽ ഒരു പ്രതികരണത്തിനും ഇല്ലെന്ന് ശശി തരൂർ. സമയം വരുമ്പോൾ സംസാരിക്കും. 26-ന് വരുന്ന പോഡ്കാസ്റ്റ് മുഴുവൻ കേൾക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു മടിയുമില്ല. സമയം വരുമ്പോൾ സംസാരിക്കും. ഒന്നും പറയാൻ എനിക്കൊന്നും പറയാനില്ല. 26-ാം തീയതി പോഡ്കാസ്റ്റ് ഇറങ്ങും. അത് കേട്ടിട്ട് അതിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് ആരോ റിലീസ് ചെയ്യാൻ പറയൂ. ഞാൻ 10 ദിവസമായി സംസാരിച്ച് റിലീസ് PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അരവിന്ദ്, സമ്മർദ്ദത്തിനൊന്നും വഴങ്ങുന്നില്ല, ഇനിയും എന്തോ കൂടുതൽ വരാനുണ്ട് എന്നാണോ തരൂരിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്നേഹ, അഭിമുഖത്തിൽ തരൂർ നടത്തിയ പ്രസ്താവനയിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. സമയമായിട്ടില്ല, സമയം വരുമ്പോൾ തങ്ങളോട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുമെന്നാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് 26-ന് ഈ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപം പുറത്തു വരും. അത് നിങ്ങൾ കേൾക്കൂ, അതിനുശേഷം ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് തരൂരിന്റെ ആ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ശശി തരൂർ ഡൽഹിയിലേക്ക് എത്തിയത്. എന്തായാലും 26-ാം തീയതി പോഡ്കാസ്റ്റ് മുൻപ് തന്നെ പുറത്തുവിടാൻ ഇന്ത്യൻ എക്സ്പ്രസിനോട് ആവശ്യപ്പെടണം എന്നുകൂടി തരൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നാണ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ ആ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ശശി തരൂർ ഉയർത്തിയിരുന്നു. കൃത്യമായ ഒരു നേതാവ്, പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ അഭാവം സംസ്ഥാനത്തുണ്ടെന്നാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനത്തിലും തരൂർ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തെ കോൺഗ്രസിനുണ്ടാകുമെന്നും ആ തരൂർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ തന്റെ സേവനങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തന്റെ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി ആ തരൂർ നൽകിയിരുന്നു. എന്തായാലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആ തരൂരിനെ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ AICC അടക്കം തരൂരിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്ത് വന്നിരുന്നു. AICC വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തരൂർ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ് തരൂരിന്റെ നിലപാടെന്നും AICC വൃത്തങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും AICC ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി എന്താകും AICC നിലപാട്? കാരണം രാഹുൽ ഗാന്ധിയും അടക്കം ആ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഈ ചർച്ചകൾ, രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകൾക്ക് മുമ്പാണ് ഈ അഭിമുഖമെന്നാണ് ചില വിശദീകരണം വരുന്നതെങ്കിലും ശശി തരൂർ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ശശി തരൂരിന്റെ വിശദീകരണമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതെങ്കിലും ഈ വിഷയത്തിൽ ശശി തരൂർ മൗനം പാലിക്കുകയാണ്. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ. KPCC അധ്യക്ഷനടക്കം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ശശി തരൂർ അതിര് കടക്കാൻ പാടില്ല, ഇത്തരത്തിൽ ശശി തരൂർ ഈ നിലപാടുകളിൽ നിന്ന് മാറണം, ശശി തരൂർ കൃത്യമായി പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നൊരു ആവശ്യമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. അതേസമയം CPM ശശി തരൂരിന്റെ ഈ പ്രസ്താവനയെ വലിയ രീതിയിൽ ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ശശി തരൂർ വിഷയത്തിൽ പ്രതികരിക്കില്ല. പോഡ്കാസ്റ്റ് പുറത്തുവരും, അത് പൂർണ്ണമായി കേട്ടതിനു ശേഷം നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കൂ, അപ്പോൾ സമയമാകുമെന്നാണ് ശശി തരൂർ വിശദീകരിച്ചിരിക്കുന്നത്. സ്നേഹം.